ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ടാരോട്ട് കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്നൊരു പുതിയ ടാരോട്ട് കാർഡ് റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഷുഡ് ഐ വെയിറ്റ് ഓർ മൂവ് ഓൺ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, ഒരു പ്രണയത്തിലൊക്കെ എന്താണ് എന്തെങ്കിലും ഒരു മെസ്സേജൊക്കെ ആയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ, അതായത് വളരെ കാലമായിട്ട് കോൺടാക്റ്റിൽ എന്താണ് നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ നമ്മളുമായിട്ട് ഇപ്പോൾ ഒരു കോൺടാക്റ്റ് ഒന്നും വെക്കാത്തൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണോ, അതോ ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോകണോ, നമ്മൾ അതിൽ നിന്ന് പിന്മാറണോ എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഒരു ജനറൽ റീഡിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് കാർഡ് സെറ്റ് ചെയ്ത് വെക്കാം. എന്താണ് ഈ സമയത്ത് യൂണിവേഴ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. നിങ്ങളോട് എന്ത് ഡിവൈൻ ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് ഈ സമയത്ത് നിങ്ങൾക്കായിട്ട് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു 6 കാർഡ് വയ്ക്കാം. നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഷുഡ് ഐ വെയിറ്റ് ഓർ മൂവ് ഓൺ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ എല്ലാം ഉണ്ടാവാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമൃദ്ധി സമ്പന്നതയൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി വിഷമിച്ചിരിക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് വിഷമിക്കുന്നൊരു എനർജിയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് സ്റ്റക്നെസ് ആണ് ആ വ്യക്തിയിൽ കാണിക്കുന്നത്. ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ് ആ വ്യക്തിയിൽ. നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. തീർച്ചയായിട്ടും അവർ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടാവുക ഈ ഒരു ബന്ധത്തിൽ. പക്ഷേ ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെയോ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ വന്നിരിക്കുന്നുണ്ട്. ഒരു 7 ഓഫ് ഹാൻഡ്സിൻ്റെ എനർജി കൂടെയാണ് വന്നിരിക്കുന്നത്. 7 ഓഫ് ഹാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്റ്റക്നെസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും പക്ഷേ എന്നാലും ഈ ഒരു സമയത്ത് സ്റ്റക്നെസ് ഉണ്ടായാലും ഈ 7 ഓഫ് ഹാൻഡ്സ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഒരു സക്സസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും ഒരു ഉയർച്ചയൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എത്ര സ്റ്റക്നെസ് ഉണ്ടെങ്കിലും ഈ ഒരു 7 ഓഫ് ഹാൻഡ്സിൽ ഒരു സ്റ്റക്നെസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു വിജയം ഈ ഒരു ബന്ധത്തിൽ കൈവരിക്കാമെന്നാണ് കാണിക്കുന്നത് യൂണിവേഴ്സ്. അങ്ങനെ ഒരു എനർജിയാണ് യൂണിവേഴ്സ് ഈ സമയത്ത് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ ഫൈനലി നിങ്ങളതിന് ജയിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരുപാട് ദൈവാധീനമുള്ളൊരു ബന്ധമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് ദൈവാധീനം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം ഒരുപാട് ദൈവാധീനമുള്ള ബന്ധം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഒരു ഇൻഡ്യൂഷൻ നമ്മുടെ മനസ്സിൽ എന്താണോ ഈ ഒരു സമയത്ത് നമ്മുടെ ബന്ധത്തെക്കുറിച്ച് പറയാൻ മനസ്സെന്താണോ പറയുന്നത് അതുതന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ മൂവ് ഓൺ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയൊന്നും പറയുന്നതായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും ഒരു വിജയം നിങ്ങൾക്ക് കൈവരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ. പക്ഷേ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളൊന്ന് സ്റ്റക്കായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും എന്ത് പ്രണയമായാലും എന്ത് കാര്യമായാലും നമ്മളിലേക്ക് വന്നു ചേരും. പക്ഷേ നമുക്ക് അതിന് കുറച്ച് സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ച് കുഴപ്പിച്ച് ചെയ്തത് ഒരുപാട് നിങ്ങളുടെ എനർജി കളയുകയാണ് ചെയ്യുന്നത്. നിങ്ങളതിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഈ പേഴ്സൺ ഇല്ലാതെ എനിക്കില്ല. പക്ഷെ നമ്മളൊന്ന് ഓർക്കുക, നമ്മളെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. തീർച്ചയായിട്ടും ഒരു പേഴ്സൺ അല്ല നമ്മുടെ ജീവിതത്തെ ഗതി നിർണ്ണയിക്കുന്നത്, നമ്മളാണ്. അപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാത്തിനും കേപ്പബിൾ ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പ്രാധാന്യം ഒന്നിൽ കൊടുക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ എനർജി നിങ്ങളിപ്പോൾ അനാവശ്യമായിട്ട് ഡ്രെയിൻ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകും എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ മെൻ്റൽ കൺഫ്യൂഷനാണ്. നിങ്ങൾ സ്റ്റക്കാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. നിങ്ങളുടെ എനർജിയൊക്കെ അനാവശ്യമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയെ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതാണ്. ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. പിന്നെ ഈ ഒരു ബന്ധത്തിൽ അവരൊരു സ്റ്റെബിലിറ്റിയൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബന്ധം തന്നെയാണ്. കാര്യം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പേഴ്സണാണ് ഈ പേഴ്സൺ. നിങ്ങൾ ഒരുപാട് സ്നേഹമുണ്ട്, ഒരു ആത്മാർത്ഥതയുള്ളൊരു പേഴ്സണാണ്. പക്ഷേ ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പല കാരണം കൊണ്ട് ഈ ബന്ധം എൻഡായി. ഇപ്പോൾ അവർ കോൺടാക്റ്റ് ചെയ്യുന്നില്ലായിരിക്കാം നിങ്ങളെ. പക്ഷേ എന്നിരുന്നാലും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് അവർക്ക് ഒരുപാട് സ്നേഹമുള്ളതായിട്ടാണ് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ചാരിയറ്റ് കാർഡും കൂടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങൾക്കായിട്ടൊരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കായിട്ടൊരു ആക്ഷൻ എടുക്കും. നിങ്ങളോട് അവർക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള സ്നേഹമാണുള്ളത്. സ്നേഹം കവിഞ്ഞൊഴുകുകയാണ്.
ആ പേഴ്സൺ ഇപ്പം കണ്ട ഈ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അത് ചിലപ്പം വേറൊരു നിങ്ങളെ കൂടാതെ ഒരു വ്യക്തിയെ ഈ പേഴ്സൺ ഡീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിൽ നിന്നുള്ളൊരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സണെ നിയന്ത്രിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവരത് മദർ ഇതായിട്ട് അവരുടെ അമ്മയാവാൻ ചിലപ്പം അങ്ങനെയൊക്കെയുള്ളൊരിതാണ്. ഒരു മദർ ക്യാരക്ടറാണ് അവരെ നിയന്ത്രിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്നിരുന്നാലും ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും. വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു ബന്ധത്തിന് നിങ്ങളുടെ പേഴ്സൺ അത്രയും ഒരു വളരെ സന്തോഷവും സമാധാനമൊക്കെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടിരിക്കാനാണ് ഞാനും പറയുന്നത്. തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ആ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ആ പേഴ്സൺ തിരിച്ചു വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു കുറേ തീരുമാനമൊക്കെ എടുത്തായിട്ടായിരിക്കും. ആ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി റിലേഷനൊക്കെ ഉള്ളൊരു ബന്ധമായിട്ട് ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ എനർജി ഇതിനു വേണ്ടി അനാവശ്യമായിട്ട് ട്രെയിൻ ചെയ്യാതിരിക്കുക. അങ്ങനെ എനർജി നമ്മളെ ട്രെയിൻ ചെയ്ത് കളയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ തന്നെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിൽ ഫോക്കസ് ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക. നമ്മളിൽ ഫോക്കസ് ചെയ്ത് എല്ലാ കാര്യവും നമ്മൾ ചെയ്ത് നമ്മളെ സ്നേഹിച്ചു തുടങ്ങുക. അപ്പം നമ്മളെയും മറ്റുള്ളവർ സ്നേഹിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്. ഈ ഒരു പേഴ്സണെ പറ്റി നിങ്ങളൊന്നും ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. അവർക്കൊരു സ്നേഹമുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരും. പക്ഷേ അവരൊരു തേർഡ് പാർട്ടി, ഒരു മദർ ഫിഗറായിട്ടുള്ളൊരു വ്യക്തി അവരെ ഗൈഡ് ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് വന്നത്. വളരെ ദൈവാധീനത്തേക്ക് സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളുടെ മനസ്സെന്താണോ ഈ സമയത്ത് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ ചാനൽ, എൻ്റെ റീഡിംഗ് ഒക്കെ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ ഇതുപോലെയൊക്കെയുള്ള റീഡിംഗ് ആയിരിക്കും കൂടുതൽ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ റീഡിങ് ഒന്ന് ഹൈപ്പ് ചെയ്യുക. എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർ. എൻ്റെ ടാറോട്ട് കാർഡ് റീഡിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യണം. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും അതുപോലെ ഹൈപ്പും കൂടെ ചെയ്യുക. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കൂട്ടുകാരെ, ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു പേഴ്സണെക്കുറിച്ച് നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ആ പേഴ്സണ് നിങ്ങളോട് നിറയെ സ്നേഹമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടൊരു ആക്ഷനൊക്കെ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു പ്രണയബന്ധം കൊണ്ട് അവർക്ക് ഒരുപാട് അവരുടെ ലൈഫിൽ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവർ നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരിപ്പം ഡീൽ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി റിലേഷനും കൂടെ ഉള്ളൊരു ബന്ധമായതുകൊണ്ടാവാം തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത്. പക്ഷേ സൂൺ നിങ്ങളുടെ അടുത്തേക്ക് അവർ വരും. നിങ്ങളുമായിട്ടൊരു സ്റ്റേബിളായിട്ടുള്ളൊരു ബന്ധമാണ് അവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാരെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാനും ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂർ.